കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ രാത്രിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ അഭിഷിക്തന്മാരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത നിയോഗത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിലേക്ക് വിളിച്ച കർത്താവിൻ്റെ ദാസൻ ഷൈൻ പാസ്റ്ററും കർത്താവിൻ്റെ ദാസൻ റോബിൻ പാസ്റ്ററും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സ്നേഹവന്ദനങ്ങൾ അറിയിക്കും. നിങ്ങളെയൊക്കെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടും, ഞാനങ്ങനെ വിശ്വസിക്കുന്നു. ആമേൻ. യേശു വലിയവൻ എന്ന് പറഞ്ഞ് എല്ലാവരും അതരം തുറന്ന് പറഞ്ഞ് യേശു വലിയവൻ ഒന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞ് യേശു വലിയവൻ, യേശു വലിയവൻ, യേശു വലിയവൻ. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തൊന്ന് പറ, യേശു വലിയവൻ. ആമേൻ. വലിയ കാര്യങ്ങൾ ആമേൻ സ്വർഗം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, ഇനി അവൻ ചെയ്യും. ഇതുവരെ നടത്തിയ ദൈവം വിശ്വസ്തനാണ്, അവൻ നാളെയും നടത്താൻ വിശ്വസ്തനാണ്. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ ഓർത്താൽ മതി. ഏത് വലിയ പ്രതിസന്ധിക്കകത്തും നിസാരമായി അതിനെ തരണം ചെയ്യാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ ഓർത്താൽ മതി. എത്രയോ അത്ഭുതകരമായാണ് ദൈവം നമ്മെ നടത്തിയിട്ടുള്ളത്. തകർന്നു പോകും എന്ന് വിചാരിച്ചത് സാഹചര്യങ്ങളുടെ നടുവിൽ അത്ഭുതകരം ഇറങ്ങി വന്ന് നമ്മെ കരം പിടിച്ച് എത്രയോ പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ച നടുവിൽ ഇനിയും മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ ഇനിയും ആമേൻ വഴിയില്ല എന്ന് നിരൂപിച്ചതിൻ്റെ സമയത്ത് അത്ഭുത വഴികളെ ദൈവം നമ്മുടെ മുന്നിൽ തുറന്നിട്ടില്ലേ. ആമേൻ. ഞാൻ പലപ്പോഴും ആമേൻ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോൾ ആമേൻ കൂടുതലൊന്നും വേണ്ട ദൈവത്തെ സ്തുതിപ്പാൻ. ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ ഓർത്താൽ മതി. ആമേൻ. ഈ രാത്രിയിൽ ആമേൻ വ്യത്യസ്തമായ രീതിയിൽ ഒക്കെ ദൈവം നമ്മെ നടത്തിയിട്ടുള്ളവരാണ്. എന്നാൽ ഇന്ന് രാത്രിയിലും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവവചനം കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഈ രാത്രിയിൽ നാം ഒരുമിച്ച് ആമേൻ വചനം കേൾക്കാൻ പോവുകയാണ്. ആമേൻ. അല്പസമയത്ത് ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. 17-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. നീ എനിക്ക് തന്നിട്ടുള്ളത് മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ. 22-ാമത്തെ വാക്യം അത് മാത്രം ഒന്ന് വായിക്കും. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നന്ദി കർത്താവേ. ഈ രാത്രി പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണേ കർത്താവേ. ഈ രാത്രി പരിശുദ്ധാത്മാവേ ഞങ്ങളോട് ഇടപെടണേ കർത്താവേ. മോ മസീതരാലി രമനഘടക ശബത്തോരിയാന്തർക്കനാദി. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ രക്തത്താൽ ഈ രാത്രി ഞങ്ങൾ ജയം പ്രഖ്യാപിക്കുന്നു. റോമശേഖത്താനി അതരജനഘടക ശാധരം ധുനീതര പ്രൗഢിയ അച്ഛേ മനാദി ശബത്തുരി ജലഖനാദി. പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. സകല മഹത്വം കർത്താവിന് തരുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ദൈവവചനം ആമേൻ ആമേൻ കേൾക്കാനും ദൈവവചനം
സംസാരിക്കാനൊക്കെ ലഭിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലെ വലിയ പദവിയായി ഞാൻ കാണുന്നു. കാരണം ആമേൻ, ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തെ പോലെ തന്നെ പ്രാധാന്യമുണ്ട്. ആമേൻ. ഒരു കരം ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ്, ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തെ പോലെ തന്നെ പ്രാധാന്യമുണ്ട്. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തിന് ഉടച്ചു കളയാൻ കഴിയാത്ത ഒരു ബന്ധനവുമില്ല. ദൈവത്തിൻ്റെ വചനത്തെ തകർക്കാൻ കഴിയാത്ത ഒരു മതിലുകളുമില്ല. ആമേൻ. ദൈവവചനത്തിന് ഇറങ്ങി വരാൻ കഴിയാത്ത ഒരു ഇടവുമില്ല. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ വചനം ഇറങ്ങി വരും. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുന്നവൻ്റെ സ്ഥിതി മാറും. ആമേൻ. ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ വചനം ഇറങ്ങി വരും. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഏത് സാഹചര്യത്തിനകത്തും ദൈവത്തിൻ്റെ വചനം ഇറങ്ങി വരും. എന്നാൽ ആ വചനത്തെ മുറുകെ പിടിക്കുന്നവൻ, ആമേൻ, എവിടുന്ന് ദൈവത്തിൻ്റെ വചനം ഇറങ്ങി വന്നോ അവിടേക്ക്, ആ തലത്തിലേക്ക് അവൻ ഉയർത്തപ്പെടും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ നമ്മെ മാറ്റാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിനകത്ത്, ആമേൻ, സമൂലമായ മാറ്റം വരുത്താൻ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ആമേൻ. തിരുവചനം പറയുന്നു, വചനത്തിന് മാറ്റമില്ല. ഈ ഭൂമി മാറിപ്പോകും, ആകാശം ഒഴിഞ്ഞു പോകും, പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ഈ മാറ്റമില്ലാത്ത വചനത്തെ ആമേൻ മുറുകെ പിടിക്കുന്നവൻ്റെ ചരിത്രം മാറും. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ആമേൻ, ആമേൻ, ആമേൻ. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുന്നവൻ്റെ ചരിത്രം സ്വർഗം ചേഞ്ച് ചെയ്യും. തിരുവചനം പറയുന്നു, വെറുതെ എൻ്റെ വചനം പുറപ്പെടുകയില്ല. ദൈവത്തിൻ്റെ വചനം പുറപ്പെട്ടാൽ അത് അതിൻ്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരത്തില്ല. ഈ രാത്രി നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനം ഇറങ്ങി വരികയാണ്. ഈ രാത്രി നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനം ഇടപെടാൻ പോകുകയോ. ഹല്ലേലൂയ. ഈ രാത്രി വചനം ഒരു ചുറ്റികയായി, ഈ രാത്രി വചനം ഒരു ചുറ്റികയായി ചിലതിന്റെ പ്രതിസന്ധിയുടെ മേൽ ഈ രാത്രി പ്രകാരമായി പതിക്കട്ടെ. ഈ രാത്രി ദൈവത്തിന്റെ വചനം ഒരു പ്രകാരമായി, ഈ രാത്രി ദൈവത്തിന്റെ വചനം ഒരു ആമേൻ, 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 പാറയെ തകർക്കുന്ന ചുറ്റികയായി വെളിപ്പെട്ട് വരികയാ. നിന്റെ മുന്നിൽ ഏതാണോ എന്താണോ തടസ്സമായി നിൽക്കുന്നത്, നിന്റെ ആമേൻ ഉയർച്ചയ്ക്ക് തടസ്സമായി എന്താ നിൽക്കുന്നത്, നിന്റെ നന്മയ്ക്ക് വിരോധമായി ഏതു മതിലാണ് ഉയർന്നു നിൽക്കുന്നത്, ഇന്നു രാത്രി ദൈവത്തിന്റെ വചനം അതിനെ ഉടയ്ക്കും. ഈ രാത്രി തടങ്കൽ പാറകൾ ഉടയുന്ന രാത്രിയായി, ഈ രാത്രി ആമേൻ തടങ്കൽ പാറകൾ ഉടയുന്ന രാത്രിയായി മാറുകയാ. നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി ആമേൻ ചലിക്കുന്ന സകല തടങ്കൽ പാറയും, ആമേൻ നന്മയെ പ്രാപിക്കാൻ കഴിയാതെ, ആമേൻ വാഗ്ദത്തങ്ങളെ പിടിക്കാൻ കഴിയാതെ നിൽക്കുന്ന തടങ്കൽ പാറകളോട് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, മാറി നിൽക്കാം. ഈ രാത്രി വചനം ചിലത് കുടുംബത്തിലേക്ക് ഇറങ്ങി വരികയാ. ആമേൻ. ഈ രാത്രി ആമേൻ ചില തലമുറയുടെ മേൽ ദൈവത്തിന്റെ വചനം ഇറങ്ങി വരുന്നു. ഈ രാത്രി വചനം നിന്റെ ജീവിതത്തെ തിരിക്കുകയാ. ഈ രാത്രി നിന്റെ കുടുംബത്തെ തിരിക്കുക. ഈ രാത്രി നിന്റെ ശുശ്രൂഷയെ തിരിക്കുകയാ. ദൈവത്തിന്റെ വചനത്തിന്റെ ഇടപെടൽ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞ്, ആമേൻ, പുറപ്പെടുന്ന വചനം അതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരത്തില്ല. അതും ആമീൻ അതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരത്തില്ല. ഈ രാത്രി വചനം അതിന്റെ പ്രവൃത്തി ചെയ്യാൻ പോകുക. ആമീൻ. വിശ്വസിക്കുന്നവരുണ്ടോ? ഞാൻ ആത്മാവി വിളിച്ചു പറയാ, ഇത് എല്ലാവരോടുമുള്ള ദൂതല്ല, പക്ഷെ വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദൂത് നിന്നോടാണ്, നിന്റെ കുടുംബത്തോടാണ്. യേശുവിന്റെ നാമത്തിൽ. ഓ റമാമാസി. ആമീൻ. വചനം, ഹല്ലേലൂയ, വചനം ആമീൻ അതിനെ സ്വീകരിക്കുന്നവന്റെ അകത്ത് വചനം ഇടപെടാൻ തുടങ്ങും. ആർക്ക് വേണ്ടിയാണ് വചനം ചലിക്കുന്നത്, വചനം അതിന്റെ പ്രവൃത്തി ചെയ്യുന്നത്? ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, വചനത്തെ സ്വീകരിക്കുന്നവന്, വചനത്തോട് അതിനോട് അനുകൂലമായി പ്രതികരിക്കുന്നവനോട് അവന് വേണ്ടി ദൈവത്തിന്റെ കരമിറങ്ങി വരും. അവന് വേണ്ടി ദൈവത്തിന്റെ ബലമുള്ള കരം ഇറങ്ങി വരും. ഈ രാത്രി ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, വചനത്തിൽ വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ബലമുള്ള കരം ഇറങ്ങി വരും. ഹല്ലേലൂയ. മിസ്രൈമിൽ നിന്ന് ആമീൻ തന്റെ ജനത്തെ പുറപ്പെടുവിക്കുവാൻ യഹോവയുടെ ബലമുള്ള കരം അവിടെ ഇറങ്ങി വന്നു.
ഹല്ലേലൂയ. ആമേൻ. യഹോവയുടെ ബലമുള്ള കരം മിസ്രൈമിൽ നിന്ന് തന്റെ ജനത്തെ പുറപ്പെടുവിക്കുവാൻ യഹോവയുടെ ബലമുള്ള കരം ആമേൻ മിസ്രൈമിൽ ഇറങ്ങി വന്നെങ്കിൽ ഈ രാത്രിയിലും നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ബലമുള്ള കരം ഇറങ്ങി വരും. ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന, ദൈവവചനത്തെ മുറുകെ പിടിക്കുന്ന നിനക്ക് വേണ്ടി മിസ്രൈം പോലുള്ള അടിമതുകത്തിൽ നിന്ന് നിന്റെ ആരാധനയ്ക്ക്, നിന്റെ ആത്മീയ ആരാധനയ്ക്ക് വിരോധമായി നിൽക്കുന്ന മിസ്രൈമ്യ സ്വാധീനങ്ങളെ ആമേൻ ഉടയ്ക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ബലമുള്ള കരം ഈ രാത്രി ചലിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. ആമേൻ. ബലമുള്ളൊരു കരമുണ്ട്. ആമേൻ. 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 അടുത്തിരിക്കുന്ന ആളോട് പറ, നിങ്ങൾക്ക് വേണ്ടി യഹോവയുടെ ബലം കരം ചലിക്കും. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. യഹോവയുടെ ബലമുള്ള കരം. ഒന്ന് പറഞ്ഞേ, യഹോവയുടെ ബലമുള്ള കരം. ആമേൻ. ഹല്ലേലൂയ. അത് ആ കരം പുറപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ നിനക്കൊരു പുറപ്പാട് സംഭവിക്കും. ഒന്നുകൂടെ പറയാം, ആ ബലമുള്ള കരം വെളിപ്പെട്ട് വരുമ്പോൾ ആമേൻ, അങ്ങനെ ബലമുള്ള കരം ഇറങ്ങി വരുന്നാൽ നിന്റെ സ്ഥിതി മാറും. എന്ന് പറഞ്ഞാൽ നീ ഇരുന്നത് പോലെ ഇരിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ നിന്റെ എല്ലാ ജീവിതത്തിൻ്റെ സകല മേഖലയ്ക്കകത്തും ചേഞ്ച് സംഭവിച്ചിരിക്കും. ഒന്നുകൂടെ പറഞ്ഞോ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇന്നു രാത്രി ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുക. തന്റെ മഹത്വം അയച്ചൊരു മാറ്റം ഈ രാത്രി ദൈവം ചെയ്യും. ഞാനത് വിശ്വസിക്കുന്നു. അവന്റെ ബലമുള്ള കരം ചില വിഷയത്തിനകത്ത് ഇറങ്ങി വരുന്ന ഞാൻ കാണുന്നു. നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന മണ്ഡലങ്ങളുടെ നടുവിൽ, നിനക്കെതിരെ ചോദ്യം ഉയർത്തുന്നതിന്റെ നടുവിൽ, നിന്റെ ആരാധനയെ ചോദ്യം ചെയ്യുന്നതിന്റെ നടുവിൽ, നിന്റെ പ്രാർത്ഥനയെ ചോദ്യം ചെയ്യുന്നതിന്റെ നടുവിൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ആമേൻ, ബലമുള്ളൊരു കരം ഇറങ്ങുന്നു. ആമേൻ. വചനത്തിന് ഉടച്ച് കളയാൻ വയ്യാത്ത ഒന്നുമില്ല. വചനത്തിന് ഉടയ്ക്കാൻ കഴിയാത്ത ഒന്നുമില്ല. ആമേൻ. ആര് വചനത്തിൽ ആശ്രയിക്കുന്നു അവന് വേണ്ടി ആമേൻ വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യും. ആമേൻ. മറിയോട് ആമേൻ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ആമേൻ, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനമെന്ന് പറഞ്ഞിട്ട് അവളോട് സ്വർഗത്തിൻ്റെ പദ്ധതിയെ പറയാം. ആമേൻ. സ്വർഗത്തിൻ്റെ പദ്ധതി കേട്ടപ്പോൾ മറിയ തൻ്റെ പദ്ധതിയെ എടുത്തു മാറ്റിവെച്ചിട്ട് ആമേൻ ദൈവത്തിൻ്റെ പദ്ധതിക്ക് ആമേൻ പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ പറയാം, അവിടെ ഹൃദയത്തിനകത്ത് വലിയ പദ്ധതികൾ അവിടെ ജീവിതത്തെക്കുറിച്ചുണ്ടായിരുന്നു. പക്ഷേ ഈ ദൈവത്തിൻ്റെ പദ്ധതി അവൾ കേട്ടപ്പോൾ അവിടെ പദ്ധതി, അവിടെ ഹൃദയത്തിൻ്റെ പദ്ധതികൾ, അവിടെ ആഗ്രഹങ്ങൾ, അവിടെ സ്വപ്നങ്ങൾ എല്ലാം മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് അവൾ ആമീൻ പറഞ്ഞു. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ആമീൻ പറഞ്ഞ സെക്കൻഡിൽ അവൾ കേട്ട ദൂത് ആമീൻ ജഡമായി അവിടെ ഉദരത്തിൽ ചലിക്കാൻ തുടങ്ങി. ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നീ ആമീൻ പറഞ്ഞത് വൃഥാവല്ല. നീ ആമീൻ യഥാർത്ഥമായി ദൈവവചനത്തിന് ആമീൻ പറയുന്നെങ്കിൽ അത് ജഡമായി വെളിപ്പെട്ടു വരും. അതിന്റെ അർത്ഥം എന്താ? ആ ദൂത് നിനക്ക് കാണത്തക്കവണ്ണോ, ആ ദൂതിനെ നിനക്ക് വഹിക്കത്തക്കവണ്ണോ അത് വെളിപ്പെട്ടു വരും. ഓ ഈ രാത്രി ഞാൻ ആത്മാവിൽ ഒരിക്കൽ കൂടി ആഞ്ഞു പറയുന്നു, ആമേൻ, നീ ആത്മാവിൽ ഒരു ദൂതിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ആ ദൂതിനെ നീ ചുമക്കത്തക്കവണ്ണം അത് ദൃശ്യമണ്ഡലത്തിൽ ഇറങ്ങി വരും. ഇന്ന് പകൽ ഞാൻ ആത്മാവി വിളിച്ചു പറയാ, ആമേൻ, നീ കേട്ട ദൂത് പലതും ആത്മമണ്ഡലത്തിൽ നിൽക്കുകയായിരിക്കാം. ഈ രാത്രി ഞാൻ അതിനെ ആത്മാവി വിളിച്ചു പറയുന്നു, നീ ആമീൻ പറയുമ്പോ നീ കേട്ട ദൂതുകൾ ദൃശ്യമണ്ഡലത്തിൽ അത് ഇറങ്ങി വരും. ഇവള് ആമീൻ പറഞ്ഞ സെക്കൻഡ് വചനം ജഡമായി അവിടെ ഉദരത്തിനകത്ത് ചലിക്കാൻ തുടങ്ങി. ആ സെക്കൻഡ് വചനം ജഡമായി ഇവിടെ ഉദരത്തിനകത്ത് ചലിച്ചു. ആമീൻ. അവൾ എങ്ങനെ ആമീൻ പറഞ്ഞത്? എങ്ങനെയാണ് ആമീൻ പറഞ്ഞ് അവിടെ സ്വപ്നം മാറ്റി വെച്ചിട്ട് ആമീൻ പറഞ്ഞു.
നാം എത്രയോ പ്രാവശ്യം നമ്മൾ ദൂതിന് ആമീൻ പറയുന്നതാ. ആ സെക്കൻഡ് തന്നെ ദൂതും മറന്നു, ആ സാഹചര്യം മറക്കുന്നവരാ. പക്ഷേ ഈ മറിയ ആമീൻ പറഞ്ഞപ്പോ അവിടെ സ്വപ്നത്തെ മാറ്റിവെച്ചു. ഹൃദയത്തിനകം നിറയെ യോസഫായിരുന്നു. അവിടെ ഹൃദയത്തിനകത്ത് നിറച്ച് യോസഫിന്റെ പിക്ചറായിരുന്നു അവരുടെ ഹൃദയത്തിനകത്ത്. ജോസഫിനോട് കൂടെ ജീവിക്കുന്ന ഒരു ജീവിതം അവൾ സ്വപ്നം കണ്ടു. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി കേട്ടപ്പോ തന്റെ സ്വപ്നത്തെ അവൾ മാറ്റിവെച്ചിട്ട് അവൾ ആമീൻ പറഞ്ഞു. ഇന്നു രാത്രി ഞാൻ ആത്മാവി വിളിച്ചു പറയാ, നിന്റെ സ്വപ്നത്തെ ഈ രാത്രി ഒന്ന് മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ സ്വപ്നത്തിന് നിന്നെ ഒന്ന് ഏൽപ്പിക്കാമോ? ഈ രാത്രി സ്വർഗം ചിലരോട് പറയുന്നു, ഇന്ന് വരെ ഉപയോഗിച്ചതിനപ്പുറത്ത് ദൈവം നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ രാത്രി നിന്റെ പദ്ധതികളെ ഈ രാത്രി നീ മാറ്റിവെക്ക. രമന ശബധാരി അന്തര രമന ഘടക സന്ദർഘോസ പ്രൗഢിയാതര. ഈ രാത്രി ജനത്തിനോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ സ്വപ്നങ്ങൾ, നിന്റെ പദ്ധതികൾ അത് മാറ്റിവെക്കാവോ? നിന്നെ ദൈവം ഉപയോഗിക്കും. ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേൽ ഇറങ്ങി വരും. നിന്നെ ആരൊക്കെ കളിയാക്കട്ടെ, ഈ രാത്രി ആത്മ പറയുന്നു, കളിയാക്കുന്നവർ കളിയാക്കട്ടെ, പക്ഷെ ഞാൻ നിന്നെ ഉപയോഗിക്കും എന്ന് പരിശുദ്ധാത്മ പറയുന്നു. ആധാരമന വാധാരാധാരാദി. ഒരുപക്ഷെ നിന്നെ നോക്കിയിട്ട് പറയുമായിരിക്കാം, മണ്ടത്തരമല്ലേ. ഒരുപക്ഷെ പറയും, ഇത് ഭോഷ്കല്ലേ. ഒരുപക്ഷെ പറയും, ഇവിടെ തലയ്ക്കെന്തോ കുഴപ്പമുണ്ട്. ഈ രാത്രി ആത്മ പറയുന്നു, നിന്റെ സ്വപ്നം മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ സ്വപ്നത്തിന് ഈ രാത്രി ഏൽപ്പിക്കപ്പെടട്ടെ. ഞാനൊരു കാര്യം പറയാം, എല്ലാവരും പോകുന്നത് പോലെ പോകാനാണെങ്കിൽ ഈ വിശ്വാസം മതി. എല്ലാവരും പോകുന്നത് പോലെ പോകാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ പോയാൽ മതി. പക്ഷേ ഇതിനപ്പുറത്ത് ഇതിനപ്പുറത്ത് ദൈവം ആഗ്രഹിക്കുന്നതൊന്ന് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ലോകത്തിന്റെ സ്വപ്നത്തെ എറിഞ്ഞു കളയണം. ഒരുപക്ഷെ നിന്റെ പേരാരും കണ്ടെന്ന് വരത്തില്ല. ഒരുപക്ഷെ ആരും നിന്നെ അറിഞ്ഞെന്ന് വരത്തില്ല. പക്ഷേ ഈ രാത്രി ഞാൻ ആത്മാവി വിളിച്ചു പറയാ, സ്വർഗം നിന്നെ അറിയും. ഈവൻ എന്റെ പ്രിയ പുത്രൻ എന്ന് വിളിച്ചു പറയത്തക്കവണ്ണം സ്വർഗത്തിന് ഈ രാത്രി ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ പറയാ, നീ മറ്റുള്ളവർക്ക് ഒരു പരിഹാസ വിഷയമായിരിക്കുക. ഈ രാത്രി ഇതിന്റെ ചരിത്രം ചേഞ്ച് ചെയ്യാൻ പോകുക. നിന്നെ വിരച്ചുണ്ടുന്നവരുടെ സകലരുടെ മുന്നിൽ ഈ രാത്രി നിന്റെ തലയെ ഉയർത്തുമെന്ന് പരിശുദ്ധാത്മാവ് ചിലതിനോട് ദൂത് പറയുക. നിന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ സ്വപ്നങ്ങൾ എത്രത്തോളം വളരുമോ? നമ്മുടെ സ്വപ്നങ്ങൾ വളർന്നാൽ ദൈവത്തിന്റെ സ്വപ്നം വളരത്തില്ല. ഒന്ന് പറഞ്ഞ, നമ്മുടെ സ്വപ്നങ്ങൾ മാറ്റിവെക്ക് ഒന്ന് പറഞ്ഞു, നിർബന്ധമായിട്ടൊന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, സ്വപ്നത്തെ ഒന്ന് മാറ്റിവെച്ചോ. എനിക്കൊരു കാര്യം അറിയാം, നിങ്ങളുടെ സ്വപ്നത്തെക്കാൾ നിറമുള്ളതായിരിക്കും ദൈവത്തിന്റെ സ്വപ്നം. നിങ്ങളുടെ പദ്ധതിയേക്കാൾ എന്തും കൊണ്ടും വലിയൊരു പദ്ധതിയായിരിക്കും ദൈവത്തിന്റെ പദ്ധതി നിങ്ങളെ കുറിച്ചുള്ളത്. യോസഫിന്റെ ഹൃദയത്തിനകത്ത് യോസഫിനോട് ദൈവം തന്റെ ഹൃദയം തുറന്നു കാണിച്ചു. യോസഫേ, നിന്നെ കുറിച്ചുള്ള പദ്ധതി എനിക്ക് എന്റെ പദ്ധതി നിന്നെ കുറിച്ച് വലുതാണ്. തന്റെ മാതാപിതാക്കൾക്കില്ലാത്തൊരു പദ്ധതി യോസഫിനെ കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്നു. ഈ രാത്രി ഞാൻ പറയാ, നിന്റെ മാതാപിതാക്കൾക്കപ്പുറത്ത് ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ സഹോദരങ്ങളുടെ മധ്യത്തിൽ നിന്റെ തലയെ ഉയർത്തുന്ന ഒരു പദ്ധതി എന്റെ കരത്തിലുണ്ട്. ഒരുപക്ഷെ നീ സഹോദരങ്ങളുടെ നടുവിൽ വെറും സ്വപ്നക്കാരനായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ ചിന്തയിൽ അങ്ങനെ അല്ല. സഹോദരങ്ങളുടെ ചിന്തയിൽ വെറും സ്വപ്നക്കാരനായിരിക്കാം. പക്ഷേ ദൈവം കാണുന്നത് അങ്ങനെയല്ല. ക്ഷാമകാലത്ത് തന്റെ കുടുംബത്തെ പോറ്റുന്ന നടും തൂണായി
കുടുംബത്തിന്റെ നടുവിൽ ദൈവം കാണുന്നു. നിന്നെ സ്വപ്നക്കാരെന്ന് വിളിച്ചു മാറ്റി നിർത്തിയവരില്ലേ, നിന്നെ പ്രാർത്ഥനക്കാരെന്ന് പറഞ്ഞു മാറ്റി നിർത്തിയവരില്ലേ, ഇന്നു രാത്രി ഞാൻ പറയാ, അവര് വിളിച്ചോട്ടതൊക്കെ ദൈവം അനുവദിച്ചിട്ട, പക്ഷേ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. യോസഫ് താൻ സ്വപ്നം കാണുമ്പോ ആ സ്വപ്നത്തെ എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയുന്ന പ്രായം അവനില്ല. അവൻ തൻ്റെ സഹോദരങ്ങളോട് തൻ്റെ സ്വപ്നം പറഞ്ഞു, തൻ്റെ മാതാപിതാക്കളോട് തൻ്റെ സ്വപ്നം പറഞ്ഞു, അല്ല തൻ്റെ പിതാവിനോട് തൻ്റെ സ്വപ്നം പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷേ അവരോർത്തു, യോസഫ് വിചാരിച്ചു കാണും, ഈ സ്വപ്നം കേൾക്കുമ്പോൾ എൻ്റെ അച്ചാച്ചന്മാരെന്നെ ചേർത്ത് പിടിക്കുമെന്ന്. ഒരച്ചാച്ചന്മാരും ചേർത്ത് പിടിച്ചില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, അച്ചാച്ചന്മാര് ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞ് നീ ദർശനം പറയാൻ നിൽക്കണ്ട. ഒരച്ചാച്ചനും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ദർശനമുള്ള യോസഫിന് ഒരച്ചാച്ചന്മാരുടെ സപ്പോർട്ടും വേണ്ട. അച്ചാച്ചന്മാരുടെ പദ്ധതി എന്താ? പൊട്ടക്കിണറിൽ ഇടാനുള്ള പദ്ധതിയാ. എനിക്കറിയാം, ഞാൻ വായിച്ച വേദഭാഗം അവിടെ ഇരിക്കട്ടെ. ആമേൻ 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 ആമേൻ. അച്ചാച്ചന്മാരുടെ പദ്ധതി കുഞ്ഞനുജനോടുള്ള പദ്ധതി. അനുജൻ ഒരു ദർശനം പറയുമ്പോൾ അവനെ ചേർത്ത് പിടിച്ച്, കുഞ്ഞെ അതിൻ്റെ ഒരു വ്യക്തമായി നീ ദർശനം കാണ്, നീ പ്രാർത്ഥനാമുറിയിൽ ഇരിക്ക് എന്നൊക്കെ പറഞ്ഞവനെ ആത്മാവിൽ അവനെ ബലപ്പെടുത്തേണ്ട ചേട്ടന്മാർ പറഞ്ഞു. ഞങ്ങളും അപ്പനും അമ്മയും നിന്നെ നമസ്കരിക്കുമോ? എല്ലാവരും എതിരായിട്ടും യോസഫ് തൻ്റെ ദർശനത്തെ എറിഞ്ഞു കളഞ്ഞില്ല. തൻ്റെ ദർശനത്തെ യോസഫ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഈ രാത്രി ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയാം, എടാ, ലോകം നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ആത്മീയ വിഷയത്തിനകത്ത് സ്റ്റെപ്പ് എടുക്കാൻ നിന്നാൽ നീ തളർന്നു പോകും. ഈ രാത്രി ഞാൻ പറയാ, ലോകം മുഴുവനും നിനക്കെതിരായിരിക്കും, പക്ഷേ ദൈവം ഈ രാത്രി നിനക്ക് അനുകൂലമാകും. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാ. യോസഫ് ആ സ്വപ്നം തൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞപ്പോൾ സഹോദരങ്ങൾ അതിനെ അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇതിൻ്റെ അർത്ഥം എന്താ? ലോകം നിന്നെ ആത്മീയപരമായി വളരാൻ സമ്മതിക്കത്തില്ല, നിന്നെ മടിപ്പിക്കും. ഇനി പ്രാർത്ഥനയ്ക്ക് പോലും പോകണ്ടെന്ന് ചിന്തിക്കത്തക്കവണ്ണം നിന്നെ മടിപ്പിക്കും. പക്ഷേ ഈ രാത്രി പരിശുദ്ധാത്മാവിൽ നീ അവനുമായിട്ടൊന്ന് ചേർന്നിരുന്ന ലോകത്തിൻ്റെ ശബ്ദം നിന്നെ തളർത്തും, ദൈവ ശബ്ദം നിന്നെ ബലപ്പെടുത്തിയിരിക്കും. അതുകൊണ്ട് യോസഫിനെ കുറിച്ച് തൻ്റെ സഹോദരങ്ങളുടെ പദ്ധതി വേറൊന്നാ. പുട്ടക്കണ്ടിലേക്ക് ഇടാം. ദർശനക്കാരൻ വരുന്നു. ഇതൊന്നും കേൾക്കാത്തവർ ചുരുക്കം ആൾക്കാരാ. ദർശനക്കാരൻ വരുന്നു. അവനെ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ട് കളയാൻ തീരുമാനിക്കുക. പൊട്ടക്കിണറ്റിലിട്ടു. എന്നിട്ടും യോസഫ് അച്ചാച്ചന്മാരെ വിളിച്ചില്ല. അച്ചാച്ചാ എന്ന് വിളിച്ചിട്ട് ഞാൻ ചുമ്മാതെ പറഞ്ഞതാണെന്ന് അവൻ പറഞ്ഞില്ല. നമ്മളാണ് 100 വട്ടം തിരുത്തി പറഞ്ഞാന്. യോസഫ് അത് തിരുത്താൻ തയ്യാറായില്ല. കാര്യം അവൻ ദൈവത്തിൽ നിന്ന് കണ്ടതാണ്, ദൈവം കാണിച്ചതാണ്. അതുകൊണ്ട് ആരും സപ്പോർട്ട് ചെയ്തില്ല. അല്ലെങ്കിൽ യോസഫ് അതിനു വേണ്ടി നിൽക്കും. ഇന്ന് പകൽ ദർശനമുള്ളവൻ ദർശനത്തിന് വേണ്ടി നിൽക്കണം. നിന്റെ ദർശനത്തിന് വേണ്ടി നീ നിൽക്കണം. പൊട്ടക്കിണറ്റിൽ കിടന്ന് ആ കൊച്ചു പയ്യൻ പൊട്ടക്കിണറ്റിനകത്ത് വീണ് കിടക്കുമ്പോൾ തന്നെ രക്ഷിക്കേണ്ട സഹോദരങ്ങളെ തന്നെ അവിടേക്ക് എറിഞ്ഞത്. അതിന് നടുവിൽ വേണമെങ്കിൽ വിളിച്ചു പറയായിരുന്നു, അച്ചാച്ചാ
ഞാൻ ചുമ്മാതെ പറഞ്ഞതാ, എനിക്ക് തോന്നിയത് പറഞ്ഞതാ എന്ന് പറയാമായിരുന്നു. പക്ഷേ യോസഫ് അത് മാറ്റി പറഞ്ഞില്ല. യോസഫിനറിയാം കാണിച്ച ദൈവം ഇതിൻ്റെ പിന്നിൽ നിൽക്കുമെന്ന്. ഇനിയും അച്ചാച്ചന്മാർ മാറിയാലും ദർശനം കാണിച്ച ദൈവം മാറത്തില്ലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ആരൊക്കെ നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കത്തില്ല. ആരൊക്കെ നിന്നെ ഉയർത്താമെന്ന് പറഞ്ഞാലും അവര് മാറിപ്പോയാലും ദൈവം മറക്കത്തില്ല. ആമേൻ, ആമേൻ, ആമേൻ. യോസഫിനോട് കൂടെ ദൈവം ഇരുന്നു. പറഞ്ഞ അടുത്തിരിക്കുന്ന ആളെ തട്ടി പറഞ്ഞ യോസഫിനോട് കൂടെ ദൈവം ഇരുന്നു. യോസഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. കാര്യം എന്താ? അവൻ കേട്ട ദൈവശബ്ദത്തിന് അനുസരിച്ച് തന്നെ ഏൽപ്പിച്ചു. വേണമെങ്കിൽ വീട്ടിൽ അകത്തിരിക്കായിരുന്നു അല്ലേ? പക്ഷെ കേട്ട ദൈവശബ്ദത്തിന് തന്നെ ഏൽപ്പിക്കൂ, തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. അതാ എൻ്റെ അർത്ഥം. മറിയ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. അപ്പം ഒരു സമർപ്പണ ജീവിതം നമുക്ക് ആവശ്യമാണ്. പറഞ്ഞ ദൂത് നിറവേറണമെങ്കിൽ ഒരു സമർപ്പണ ജീവിതം ആവശ്യമാണ്. ആമേൻ. അങ്ങനെ ഇല്ലാതെ ദൂത് നിറവേറത്തില്ല. ദൂത് നിറവേറണമെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ആത്മീയ അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആമേൻ. എന്നോട് യോജിക്കാൻ പറ്റുന്നുണ്ടോ? ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അപ്പം യോസഫ് കാരാഗ്രഹത്തിനകത്ത് ചെന്നു. ആമേൻ. ദർശനം വ്യാഖ്യാനിച്ചു, സ്വപ്നം വ്യാഖ്യാനിച്ചു. അപ്പം സ്വപ്നം വ്യാഖ്യാനിച്ച് ദൂത് പറഞ്ഞു. ദൂത് കേട്ടവൻ ആ ദൂതനുസരിച്ച് അവൻ പുറത്തു വന്നു. അപ്പോൾ ഈ ദൂത് കേട്ടവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇതിനകത്തുനിന്ന് പുറത്തു വന്ന് പറവോനോ രാജാവിനോട് ഞാൻ നിൻ്റെ കാര്യം പറയും. എന്നിട്ട് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. ഇങ്ങനെ ഒരുത്തൻ ഇവിടെ കിടപ്പുണ്ട്. ദൂതൊക്കെ നിറവേറി. പക്ഷെ എന്ത് ചെയ്യുന്നു? അവനതങ്ങ് മറന്നുപോയി. അപ്പോൾ ഈ ചിലരൊക്കെ മറന്നതിനായിട്ട് സ്തോത്രം. ചിലരൊക്കെ ഓർക്കാഞ്ഞതിനായിട്ട് സ്തോത്രം. അങ്ങനെ ഈ ഇവൻ പറഞ്ഞ് രാജാവ് ഇവനെ പുറത്തിറക്കിയിരുന്നെങ്കിൽ മിസ്രൈമിൻ്റെ തെരുവീതിയിൽ ഇവൻ നിന്നേനെ അല്ലേ? അങ്ങനെ ഡോറ് തുറന്നാൽ, അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നാൽ മിസ്രൈമിൻ്റെ തെരുവീതിയിൽ നിന്നേനെ. എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല, എങ്ങനെ പോകണമെന്നറിയത്തില്ല. അങ്ങനെ പ്രതീക്ഷകളില്ലാതെ പുറത്തു വന്ന് നിന്നേനെ. പക്ഷെ ദൈവം അവനെ ഇറക്കിയപ്പോ കൊട്ടാരത്തിന്റെ വാതിൽ തുറന്നെങ്കിൽ ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, എടാ മനുഷ്യൻ തുറക്കത്തില്ല ആ വഴി. തുറക്കാത്ത വഴി ഓർത്തു നീ ഭാരപ്പെടണ്ട. നിന്നെ മറന്നവരെ ഓർത്തു നീ ഭാരപ്പെടണ്ട. ദൈവം നിനക്ക് വേണ്ടി വഴികളെ തുറക്കും. ദൈവത്തിന്റെ പദ്ധതി ഈ ഹൈവേയിൽ ഇറക്കി വിടുന്ന പരിപാടിയല്ല. അങ്ങനത്തെ ഒരു പരിപാടി ദൈവത്തിനില്ല. ഹൈവേയിൽ ഇറക്കി വിടുന്ന പരിപാടി എന്നാൽ അടുത്തിരിക്കും തട്ടിപ്പറ. ഹൈവേയിൽ ഇറക്കി വിടുന്ന പരിപാടിയില്ല. വേണമെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു ഹൈവേ വെട്ടിത്തരും, നിനക്ക് വേണ്ടി മാത്രം. വഴിയില്ലെങ്കിൽ വഴി ഉണ്ടാക്കി തരും. ഹല്ലേലൂയ. യോസഫിൻ്റെ കാര്യം, യോസഫ് കാരാഗ്രഹത്തിനകത്ത് ചെന്നപ്പോൾ അവിടെ ഏറ്റവും എന്താണോ അവിടെ ഏറ്റവും ഉയർന്ന പൊസിഷൻ അത് യോസഫിന് കിട്ടി. യോസഫ് അവിടെ വന്നപ്പോഴും ദൈവം അവനെ മാനിച്ചു. എന്ന് പറഞ്ഞാൽ ആ കാരാഗ്രഹത്തിൽ ഏറ്റവും നല്ല അവിടെ കൊടുക്കാൻ പറ്റുന്ന ഒരു പദവി അവന് കൊടുത്തു. എവിടെ ചെന്നാലും അവിടെ ഏറ്റവും ഉയർന്ന പദവി ദൈവം അവന് വേണ്ടി മാറ്റിയിട്ടു. ഒന്നുകൂടെ ഞാൻ പറയാം, ദർശനം സൂക്ഷിക്കുന്നവന് വേണ്ടി ദൈവം എങ്ങനെ ചെയ്യും? ആമേൻ, പ്രൈസ്. അവിടുന്ന് ലഭിക്കാവുന്നവൻ ഏറ്റവും വലുത് അവന് ലഭിച്ചെങ്കിൽ ഈ രാത്രി ഞാൻ ആത്മാവി വിളിച്ചു പറയാം, ദൈവവചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് ദൈവം അത് ചെയ്യും. ആമേൻ. കരം ഉയർത്തി കർത്താവ് നന്ദി പറഞ്ഞു. ഞാൻ ഇത് വായിച്ച വേദഭാഗം ഞാൻ ഓർക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ അങ്ങനെ പറയുന്നതുകൊണ്ട് ഞാനങ്ങ് സംസാരിക്കുകയാണ്. ആമേൻ. എനിക്കങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനൊരു പ്രശ്നമുണ്ട്.
ഞാൻ ഈ വായിച്ചത് പ്രസംഗിക്കണമെന്ന് നിർബന്ധത്തോടെയാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ എന്താണേലും ഇത് മാറ്റി പറയില്ല എന്ന് പറഞ്ഞ് നിർബന്ധത്തോടെ വന്ന് പ്രാർത്ഥനാമുറിയിൽ പ്രാർത്ഥിച്ച് ആമേൻ വചനം സ്വീകരിച്ച് വചനം പ്രിപ്പയർ ചെയ്ത് എല്ലാം റെഡിയായിരുന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോഴും പറഞ്ഞു എന്താണേലും ഞാൻ ഇത് പ്രസംഗിക്കും. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ ഈ രാത്രി ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതേ പറയാൻ പറ്റത്തുള്ളൂ. ആമേൻ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് പറയാൻ നിർത്തിയേക്കാൻ പറഞ്ഞാൽ ഞാൻ അങ്ങ് നിർത്തും. ആമേൻ, ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് 17-ാം അധ്യായത്തിൽ നിന്നാണ് നാം വായിച്ചത്. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയെന്ന് അറിയപ്പെടുന്ന അധ്യായമാണ്. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ കർത്തൃപ്രാർത്ഥന എന്ന് അറിയപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം. ഈ പ്രാർത്ഥന താൻ പ്രാർത്ഥിക്കുന്നത് ഗെത്സമന തോട്ടത്തിലേക്ക് താൻ പോകുന്ന വഴിക്ക് ആണ് യേശു കർത്താവ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. ഗെത്സമന തോട്ടത്തിലേക്ക് പോകുന്ന വഴിക്കാണ് യേശു കർത്താവ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. യേശു കർത്താവ് ഇത് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ ഈ പ്രാർത്ഥന കേൾക്കണമെന്ന് യേശു കർത്താവിന് നിർബന്ധമുണ്ടായിരുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. യേശു കർത്താവ് ഇത് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ ഈ പ്രാർത്ഥന കേൾക്കണമെന്ന് യേശു കർത്താവിന് നിർബന്ധമുണ്ടായിരുന്നു. കാരണം ഈ ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകാൻ പോവുകയാണ്. താനും തൻ്റെ ശിഷ്യന്മാരുമൊക്കെ ഒരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകാൻ പോവുകയാണ്. ഈ സാഹചര്യത്തിനകത്ത് അവർ തകർന്നു പോകാതിരിക്കാൻ അവർക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ പ്രാർത്ഥന അവർക്ക് ചുറ്റുമുണ്ട് എന്ന് അറിയത്തക്കവണ്ണം യേശു കർത്താവ് അവർ കേൾക്കത്തക്കവണ്ണം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഈ 17-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ആമേൻ. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചൊരു പ്രാർത്ഥന മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുമുണ്ട്. അത് യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ തങ്ങൾ വന്ന് യേശു കർത്താവിനോട് പറഞ്ഞു, നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അതുകൊണ്ട് നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് അവരെ പഠിപ്പിച്ചൊരു മാതൃകാ പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. പക്ഷേ യേശുവിൻ്റെ ഈ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കാണുന്നത് കർത്തൃപ്രാർത്ഥന എന്നറിയപ്പെടുന്ന യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ പ്രാർത്ഥന പ്രാഗൽഭ്യത്തിൻ്റെ പ്രാർത്ഥനയാണ്. എന്താണ്? ഒന്ന് പറഞ്ഞ പ്രാഗൽഭ്യത്തിൻ്റെ പ്രാർത്ഥന. അടുത്തിരിക്കുന്ന ആളെ തട്ടിപ്പറ, പ്രാഗൽഭ്യത്തിൻ്റെ പ്രാർത്ഥന. എന്താണ് അങ്ങനെ പറയാൻ കാരണം? യേശു കർത്താവ് തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു, സ്വർഗീയ പിതാവേ, നീ എന്നെ ഏൽപ്പിച്ച സകല പ്രവർത്തികളും എനിക്ക് ചെയ്യാൻ തന്ന സകല പ്രവർത്തികളും ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. എന്താണ്? തന്നെ ഏൽപ്പിച്ച സകലതും എന്ന് പറഞ്ഞ് തന്നെ ഏൽപ്പിച്ച സകലതും അവൻ ചെയ്തു തീർത്തു കഴിഞ്ഞു. അങ്ങനെ ഒരു പ്രാഗൽഭ്യത്തോടെ പിതാവായ ദൈവത്തോട് താൻ പ്രാർത്ഥിക്കുക. അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയെ പ്രാഗൽഭ്യത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയാം. അതുകൊണ്ട് ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രാഗൽഭ്യം നമ്മുടെ അകത്തുണ്ടാകണം. എന്ത് പ്രാഗൽഭ്യമാണ് നമ്മുടെ അകത്ത് വരേണ്ടത്? ദൈവത്തിൻ്റെ പൈതലാണ് എന്നൊരു പ്രാഗൽഭ്യം നമ്മുടെ അകത്തുണ്ടാകണം. ഹല്ലേലൂയ. നമ്മുടെ അകത്തുണ്ടാകേണ്ട ബോധ്യം എന്താ? നമുക്ക് എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് ഒരിക്കലും സ്വർഗത്തിൻ്റെ സന്നിധിയിൽ വന്ന് നിൽക്കാൻ കഴിയത്തില്ല. കാര്യം തിരുവചനം പറയുന്നു, മനുഷ്യൻ്റെ സകല പ്രവർത്തികളും കറ പുരണ്ട തുണി പോലെയാകുന്നു. അതുകൊണ്ട് നമ്മുടെ എത്ര പ്രവർത്തികൾ ദൈവസന്നിധി കൊണ്ടു നിർത്തിയാലും അത് അതിൻ്റെ പൂർണ്ണതയിലെത്തത്തില്ല. അതുകൊണ്ട് ഈ രാത്രി ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ദൈവ മക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ ഞാൻ പൂർണ്ണനാണ്, നീ എന്നെ ഏൽപ്പിച്ച സകലതും ചെയ്തു എന്ന് പറയാൻ നമുക്ക് കഴിയത്തില്ല. കാരണം നമുക്ക് ഒരു പ്രാഗൽഭ്യമുണ്ട്. ദൈവം നമുക്ക് തന്നൊരു പ്രാഗൽഭ്യം, തൻ്റെ മക്കൾ എന്ന പ്രാഗൽഭ്യം.
ആമേൻ. നാം ദൈവസന്നിധി വരുമ്പോൾ അതേ പ്രാഗൽഭ്യത്തോട് വേണം നാം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ആമേൻ. സ്വർഗീയ പിതാവേ എന്ന് പറഞ്ഞ് ആ പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കണം. ചിലപ്പോഴൊക്കെ പിശാച് നമ്മുടെ ഹൃദയത്തിനകത്തു നീ പ്രാഗൽഭ്യത്തെ എടുത്തു കളയാറുണ്ട്. ആമേൻ. എങ്ങനെയാണ് പ്രാഗൽഭ്യം എടുത്തു കളയുന്നത്? ആമേൻ. ഞാൻ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താം. ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുമ്പോൾ നമ്മുടെ അകത്തൊരു പ്രാഗൽഭ്യം വരാറുണ്ട്. അതെന്താണ്? ഞാൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു എന്ന് ഒരു പ്രാഗൽഭ്യമാണ് നമ്മുടെ അകത്ത് വരുന്നത്. എന്നാൽ ദൈവസന്നിധി വരുമ്പോൾ അങ്ങനത്തെ ഒരു സ്വയനീതിയുടെ പ്രാഗൽഭ്യമല്ല നമ്മുടെ ജീവിതത്തിനകത്ത് വരേണ്ടത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തിന്റെ പൈതലാണ് എന്നൊരു ബോധ്യം, ആ ബോധ്യം വരണം. എങ്ങനെ വരണം? ഞാൻ ദൈവത്തിന്റെ പൈതലായതല്ല, ദൈവം എന്നെ ആക്കിയതാണ്. ഞാൻ അവനിൽ വിശ്വസിച്ചത് കൊണ്ട് ആമേൻ ആമേൻ ആ സെക്കൻഡ് ഞാൻ ദൈവത്തിന്റെ മകനായി തീർന്നതാണ്. ആമേൻ. അടുത്തിരിക്കുന്ന ആളെ തട്ടിപ്പറ, നിങ്ങൾ ദൈവ പൈതലായതല്ല, ദൈവം നിങ്ങളെ ആക്കിയതാ. ഒന്ന് പറഞ്ഞേ. ആമേൻ. ദൈവം ആക്കിയതാ, ദൈവം നീതീകരിച്ചതാ, ദൈവം വിശുദ്ധീകരിച്ചതാ. ആമേൻ. ദൈവം വിശുദ്ധീകരിച്ചതാ. ആമേൻ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ പറ, ദൈവം തന്ന വിശുദ്ധിയെ ഉള്ളെന്ന് പറ എന്ന് പറഞ്ഞു. ആമേൻ. അപ്പം നമ്മൾ പറയും അപ്പം വിശുദ്ധിയിൽ ജീവിക്കണം. അതെന്താണ്? അങ്ങനെ ശബ്ദത്തിൽ വിശുദ്ധിയിൽ ജീവിക്കണം, അതെന്താണ്? അത് അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ ഒരു കാര്യം ജീവിക്കാൻ പറ്റില്ല. ഓ ഓ ഓ നിങ്ങളുടെ മുഖമൊക്കെ മാറുന്നു. അങ്ങനെ കാര്യം നടക്കില്ല. കാര്യം നമ്മുടെ എന്താണ് വിശുദ്ധി? നമ്മുടെ വിശുദ്ധി ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ നമ്മുടെ വിശുദ്ധി പോയി. അപ്പം രാവിലെ അയ്യോ ഇവളെ കണ്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റെന്ന് ചോദിക്കുക, അത് അപ്പോഴേ പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധിയൊക്കെ അത്രയേ ഉള്ളൂ. ഈ രാത്രി തിരിച്ചറിയണം, ദൈവം തന്നൊരു ഹോളിയുണ്ട്. കാര്യം ദൈവം നമ്മെ വിശുദ്ധീകരിച്ചു. അയ്യോ, നമ്മൾ വിശുദ്ധരായതാണോ? അങ്ങനെയാണ് ചില്ലുകൂട്ടിലകത്ത് എടുത്ത് വെക്കാം. ദൈവം നമ്മെ നീതീകരിച്ചു, ദൈവം നമ്മെ വിശുദ്ധീകരിച്ചു. അപ്പം വിശുദ്ധിയിൽ ജീവിക്കുകയല്ല, വിശുദ്ധിയെ സൂക്ഷിക്കണം. ദൈവം തന്ന വിശുദ്ധി എന്ത് ചെയ്യണം? അടുത്തിരിക്കുന്ന നാട്ടിൽ എന്ന് പറയാം, സൂക്ഷിക്കേണ്ട പരിപാടിയേ ഉള്ളൂ. ഇതിനകത്തൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ദൈവം തന്നതാണ്. ഇതിനെ സൂക്ഷിക്കണം. എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? ഇപ്പോൾ ഈ വെള്ള ഷർട്ടിട്ട ദൈവദാസൻ, ആ ദൈവദാസൻ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുമ്പോഴത്തേനും ഒരു ശ്രദ്ധ വേണം, ഇല്ലേ? ഫുഡ് കഴിക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം. ഇല്ലെങ്കിൽ ആ ഫുഡ് ഇവിടെ വീണ് അഴുക്കാകാം, അല്ലേ? അപ്പോൾ ഒരു ശ്രദ്ധ വേണം, അല്ലേ? ഇപ്പം ഞാനീ പറയുന്നത്, ഈ ലോകത്ത് പിശാചിൻ്റെ അധീനതയിലുള്ള ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു വിശ്വാസി ശ്രദ്ധയോടെ ജീവിക്കണം. അത്രയധികം മാലിന്യമുള്ള ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു വിശ്വാസി ശ്രദ്ധയോടെ ജീവിക്കണം. അപ്പം പിശാച് എപ്പോഴും നമ്മുടെ അകത്തുനിന്ന് ബോധ്യത്തെ കവർന്നെടുത്തോണ്ട് പോകും. എന്താ പറയുന്നത്? പ്രാർത്ഥിക്കാനിരിക്കും പറയും, നീ എന്നാ പ്രാർത്ഥിക്കാനാ, നീ എന്തു പ്രാർത്ഥിക്കാനാ, നീ ഇന്നലെ അതല്ലേ ചെയ്തത്, എന്താണ്? അപ്പം നമ്മുടെ അകത്തെ വിശുദ്ധിയുടെ ബോധ്യം ഒക്കെ പിശാച് അപഹരിച്ചു കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ, ലേഖന്നാൻ 2-ാം അധ്യായത്തിൽ, യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്കിത് എഴുതുന്നു. എന്താണ്? കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്കിത് എഴുതുന്നു. അഥവാ ഒരുത്തൻ പാപം ചെയ്താലോ, നീതിമാനായ കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ സന്നിധിയിലുണ്ട്. അപ്പം നിന്റെ ബോധ്യത്തെ കവർന്നെടുക്കുന്ന പിശാചിനോട് പറയണം, ഞാനും എൻ്റെ അപ്പനും തമ്മിലുള്ള വിഷയമാ. വരുന്നില്ല, എൻ്റെ കൂടെ വരുന്നില്ല. പിശാച് നിന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ, ക്ലെയിം പറയുമ്പോൾ, നിന്റെ ബോധ്യത്തെ കവരുമ്പോൾ, നീ പിശാചിനോട് പറയേണ്ട കാര്യം ഇതാ, ഞാനും എൻ്റെ അപ്പനും തമ്മിലുള്ള വിഷയ, അത് ഞാൻ തീർത്തോളാം. ഹല്ലേലൂയ. പറയണം പിശാച്, നീ നിനക്കിവിടെ ഞങ്ങൾ അപ്പനും മക്കളും ഉള്ള വിഷയമാണ്, ആ വിഷയത്തിനകത്ത് നീ കയറണ്ട, അല്ലേ? അപ്പം ഈ പ്രാർത്ഥന പ്രാഗൽഭ്യത്തിൻ്റെ പ്രാർത്ഥനയാണ്.
ആമേൻ തന്നെ ഏൽപ്പിച്ച സകല പ്രവർത്തികളും പൂർത്തീകരിച്ചിട്ട് പിതാവിൻ്റെ സന്നിധിയിൽ വന്ന് നിന്ന് പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാഗൽഭ്യത്തിൻ്റെ പ്രാർത്ഥന. ആമേൻ. ഈ രാത്രി നിന്റെ ഹൃദയത്തിനകത്ത് പ്രാഗൽഭ്യത്തെ നഷ്ടപ്പെടുത്തുന്ന ദുരാത്മമണ്ഡലത്തെ യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രാഗൽഭ്യത്തെ ഉടച്ചു കളയുന്ന ചില സ്വാധീനങ്ങള്, ചില സ്വഭാവങ്ങള്, ചില പൈശാചിക സ്വാധീനങ്ങള് ഈ രാത്രി ആത്മാവിൽ ഞങ്ങൾ വെട്ടിക്കളയുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്നെ പ്രാഗൽഭ്യത്തെ കെടുത്തി നിന്നെ ആമേ പരസ്യ കോലമാക്കാൻ പിശാച് പദ്ധതികൾ എടുക്കുമ്പോ ഈ രാത്രി ദൈവ പൈതൽ എന്ന ബോധ്യത്തിൽ ഈ രാത്രി ചിലതിനെ പരിശുദ്ധാത്മാവ് വെട്ടുക കേട്ടോ. നിന്റെ ജീവിതത്തിനകത്ത് അശുദ്ധിയെ വിതറുമെന്ന് വാദിക്കുന്ന ചില മണ്ഡലങ്ങൾ ഈ രാത്രി വെട്ടേൽക്കപ്പെടുകയാ. ഹല്ലേലൂയ. അപ്പം ഇത് ഒരു പ്രാഗൽഭ്യത്തിന്റെ പ്രാർത്ഥന. ആമേൻ. രണ്ട്, ആമേൻ, ഈ പ്രാർത്ഥനയ്ക്ക് ആമേൻ പരിധികളില്ലാത്തൊരു പ്രാർത്ഥനയാണ്. ആമേൻ. എന്താ പരിധികളില്ലാത്ത പ്രാർത്ഥന? ആമേൻ. ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സാധാരണ എല്ലാ പ്രാർത്ഥനകൾക്കകത്തും നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഒരു പരിധിയുണ്ട്, അല്ലേ? അല്ലേ? നമ്മുടെ പ്രാർത്ഥനകൾക്ക് പരിധികളുണ്ട്. കാര്യം നമ്മുടെ പ്രാർത്ഥന നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയൊക്കെയുള്ള നമ്മുടെ പ്രാർത്ഥന. അതിനപ്പുറത്തൊരു പ്രാർത്ഥന നമ്മുടെ പോകത്തില്ല. ആമേൻ. അഥവാ പ്രാർത്ഥിച്ചാൽ അവരുടെ തലയിൽ എന്തെങ്കിലും വീഴണേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കാം. ഇപ്പൊ യേശുവിൻ്റെ പ്രാർത്ഥന പരിധികളില്ലാത്ത പ്രാർത്ഥനയാണ്, പരിമിതികളില്ലാത്ത പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. താൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. അങ്ങനത്തെ പരിധികളില്ലാത്ത ഒരു പ്രാർത്ഥന നമുക്കിവിടെ കാണാം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും അതുപോലെ പരിധികളില്ലാത്ത പ്രാർത്ഥനയാകണം. അതെങ്ങനെയാണ് പരിധികളില്ലാത്ത പ്രാർത്ഥനയാകുന്നത്? ആമേൻ, ആമേൻ. പരിധികളില്ലാത്ത പ്രാർത്ഥനയാകുന്നത് എങ്ങനെയാണ്? ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാവുന്ന സകലരുടെയും പേര് പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കാൻ സാധ്യതയുണ്ട്. ആമേൻ, ആമേൻ. ഇനി അവരുടെ അയൽവക്കക്കാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ സാധ്യതയുണ്ട്. ആമേൻ. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അങ്ങ് നിൽക്കും. കാര്യം എന്താ? നമുക്കിനിയും പ്രാർത്ഥിക്കാൻ വിഷയമില്ല. ഇനിയും വിഷയം ഉണ്ടെങ്കിൽ തന്നെ പ്രാർത്ഥിക്കാൻ നമുക്ക് സമയവുമില്ല. ആമേൻ, ആമേൻ. നമ്മുടെ പ്രാർത്ഥനകൾ ഒരു അരമണിക്കൂറുകൾ, ഞാൻ എല്ലാവരെയും ഇത് ചെയ്ത് പറയുകയല്ല, അങ്ങനെ ചിന്തിക്കരുത്, ഒരു സത്യം പറയാൻ വേണ്ടി വരികയാണ്. ആമേൻ. അരമണിക്കൂറിനപ്പുറത്ത് ഈ ബുദ്ധിയുടെ പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റത്തില്ല. എന്താണ്? ബുദ്ധിയുടെ പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റത്തില്ല. കാര്യം എന്താ? ഈ ബുദ്ധിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് മലയാളത്തിലുള്ള നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ആമേൻ പരിധികളെ ലംഘിക്കാൻ പറ്റത്തില്ല. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഒരു അധികം ഭാരമുണ്ടെങ്കിൽ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ഭാരതത്തിൻ്റെ ഓരോ സംസ്ഥാനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കും. അതിനൊക്കെ കുറച്ചുകൂടി ഭാരമുണ്ടെങ്കിൽ അതിനപ്പുറത്ത് പോകാം. പക്ഷേ ആമേൻ 2-3 മണിക്കൂറുകൾ കൊണ്ടൊക്കെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നിന്നു പോകാറുണ്ട്. പക്ഷേ പരിധികളില്ലാത്തൊരു പ്രാർത്ഥനയിലേക്ക് കയറണമെങ്കിൽ ഈ ബുദ്ധിയുടെ പ്രാർത്ഥനയൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. എന്ന് പറയുമ്പോൾ അത് ആമീൻ പരിധിയില്ലാത്തൊരു തലത്തിലേക്ക് കയറുകയാണ്. ആമീൻ പ്രാർത്ഥിക്കുന്നെങ്കിൽ നീ അന്യ ഭാഷയിൽ പ്രാർത്ഥിക്കണം. ആമീൻ ഞാൻ ഒരിക്കൽ കൂടി പറയാം, പൊതുവായി പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ പ്രോഗ്രാം നടക്കുമ്പോൾ, ഈ മീറ്റിംഗ് നടക്കുമ്പോൾ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആമീൻ ഇതിനകത്ത് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ആമീൻ എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ നാം പ്രാർത്ഥിക്കണം. എങ്ങനെ? നമ്മുടെ ഭാഷയിൽ പ്രാർത്ഥിക്കണം. പക്ഷേ ഒരു ആത്മീയ വർധനം ആഗ്രഹിക്കുന്നവര് തങ്ങളുടെ സ്വന്തം പ്രാർത്ഥനാ മുറിക്കകത്ത് ആരുമില്ലാതിരിക്കുമ്പോൾ അവർ അന്യ ഭാഷയിൽ പ്രാർത്ഥിക്കണം. അവൻ തിരുവചനം പറയുന്നു, ഒരുത്തൻ അന്യ ഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവനവന് തന്നെ ആത്മീക വർധന വരുത്തുന്നു. തിരുവചനം പറയുന്നു, അവനവന് തന്നെ ആത്മീക വർധന വരുത്തുന്നു. അവൻ സ്വർഗത്തിലെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു.
ആമേൻ ആമേൻ. ഞാൻ ബുദ്ധിയിൽ പ്രാർത്ഥിച്ച എനിക്ക് മറുപടികൾ കിട്ടും. എങ്ങനെ കിട്ടും? അയ്യോ എൻ്റെ കുഞ്ഞിന് വഴി തുറക്കണമേ, ദൈവം വഴി തുറക്കും. ആമേൻ. എൻ്റെ ഹസ്ബൻഡിന് ജോലി കിട്ടണമേ, ജോലി കിട്ടും. ഇങ്ങനെ മറുപടികൾ കിട്ടും. ആമേൻ ആമേൻ. സ്വോത്രം ചെയ്യാൻ ഇഷ്ടം പോലെ അവസരങ്ങളും ഉണ്ടാകും. പക്ഷേ അതുകൊണ്ട് ആമേൻ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചത് കൊണ്ട് നീ ആത്മീകപരമായി വളരാൻ സാധ്യതയില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ആത്മാവിൽ ഒരുത്തന് വളരണമെങ്കിൽ അവൻ ഈ ബുദ്ധിയുടെ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്ത് അവൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ അവന്റെ ആത്മാവിൽ ഒരു വളർച്ച സംഭവിക്കത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ആമേൻ, ചിലരൊക്കെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരാണ്, എത്രയോ സമയം പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ആ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ആമേൻ ആമേൻ ആ സാഹചര്യത്തിന് മോശമായ രീതിയിൽ സംസാരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ആത്മനിലവാരമില്ലാതെ സംസാരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഇത്രയും നേരം പ്രാർത്ഥിച്ചവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആത്മീക വർധന ഉണ്ടാകത്തില്ല. ആത്മീക വർധന ഉണ്ടാകണമെങ്കിൽ അവൻ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പാട്ടിന്റെ രണ്ടാമത്തെ വരിയിൽ പാടുന്ന അന്യഭാഷയുടെ കാര്യമല്ല. നീ തന്നെ പ്രാർത്ഥനാ മുറിയിലിരുന്ന് ഹൃദയം ദൈവത്തോട് പകർന്ന് അങ്ങനെ നീ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നീ ആത്മാവിൽ വളരാൻ തുടങ്ങും. നിന്റെ മുന്നിൽ ആത്മമണ്ഡലം തുറക്കപ്പെടും. നിന്റെ മുന്നിൽ ആത്മമണ്ഡലം തുറക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ മുന്നിലൊന്നും മറവല്ല, അവന്റെ മുന്നിലൊന്നും മറച്ചു വെക്കാൻ കഴിയത്തില്ല. അവന്റെ മുന്നിൽ സകലതും വെളിവായി വരും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ തട്ടിപ്പറ. ആമേൻ. പൗലോസ് പറയുന്നത് പോലെ അല്ലെ, ആമേൻ, നിങ്ങൾ അധികം ഒന്നും മലയാളത്തിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ സാരമില്ല, നിങ്ങൾ വീട്ടിൽ പോയി ആമേൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഒരു ആത്മമണ്ഡലം തുറക്കപ്പെടും, ഒരു ആത്മതലം വെളിപ്പെട്ട് വരും. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ചുറ്റിനും ഒരു ആത്മാവിൻ്റെ വലയമുണ്ടാകും. ആമേൻ. നമ്മൾക്ക് ചുറ്റും ഒരു ആത്മവലയമുണ്ടാകും. അങ്ങനെ ആത്മമണ്ഡലം തുറന്നു വരുമ്പോൾ ആമേൻ ആമേൻ ഈ ലോകത്തിലെ കാര്യങ്ങളെ കാണുമ്പോൾ ആമേൻ നാം ഭാരപ്പെടത്തില്ല. കാര്യം എന്താ? നമുക്ക് മുന്നിൽ ആത്മമണ്ഡലം തുറന്നിട്ടുണ്ട്. ഇവിടെ ദൃശ്യമാകാത്തത് അവിടെ ദൃശ്യമാകും. ആമേൻ. തിരുവചനം പറയുന്നു, ആമേൻ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. പറഞ്ഞു, നിങ്ങളൊന്ന് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഒന്ന് പറഞ്ഞോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒന്നുകൂടെ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. നമുക്കോ അത് ആത്മാവിൽ വെളിപ്പെട്ടിരിക്കുന്നു. നമുക്കോ അത് ആത്മാവിൽ വെളിപ്പെട്ട്. അടുത്തിരിക്കുന്ന തട്ടിപ്പറ, ആത്മാവിൽ വെളിപ്പെട്ടിരിക്കുന്നു. എടാ, ലോകത്തിലുള്ളവന് കാണാൻ പറ്റത്തില്ല, പക്ഷെ നിനക്കത് കാണാം. അങ്ങനെ കാണുന്നവൻ കരയത്തില്ലെന്ന്. അങ്ങനെ കാണുന്നവൻ പിറുപിറുക്കത്തില്ല. ഇത് ആത്മമണ്ഡലം തുറക്കാത്തവര്, ആത്മമണ്ഡലം കാണാൻ പറ്റാത്തവനാണ് പിറുപിറുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരു നന്മ തുറന്നു വെച്ചാൽ നിങ്ങൾ പിന്നെ അത് ചോദിക്കൂ, ദൈവം തരണമേ തരണമേ. സിസ്റ്റർ പേരന് സുജ, ഹസ്ബൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞൊരു സാധനം വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ അത് മേടിച്ച് വീട്ടിനകത്ത് വെച്ചിരിക്കുന്ന കണ്ടിട്ട് അദ്ദേഹത്തോട് പിന്നെയും പോയി ചോദിക്കുമോ? ചോദിക്കത്തില്ല. കാര്യം കണ്ടു. യോ, നിങ്ങളെ വന്നാലും വന്നില്ല എഴുതി ഞാൻ പറയും. അപ്പം ഇത് കാണുന്നവർ പിന്നെ ചോദിക്കത്തില്ല. കാണുന്നവൻ അത് കണ്ടിട്ട് സന്തോഷിക്കും. ആത്മമണ്ഡലം തുറക്കാത്തവര് ഇത് വെളിപ്പെട്ട് വന്നാലും നിരാശയുടെ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കും.
അതുകൊണ്ടാണ് ആമേ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ആമേൻ ഓരോ അമ്പിമ്പാട് ദൂരത്ത് പോയി നിലവിളിച്ച് കരയുമ്പോൾ ദൈവം അവളോട് ചോദിക്കുന്നു, നീ എന്തിനാ കരയുന്നേ? ഹാഗാരേ, നീ എന്തിന് കരയുന്നു? ഞാൻ തുറന്നിരിക്കുക, ഞാൻ തുറന്നു വെച്ചിരിക്കുന്നു. ഞാൻ ഈ മരുഭൂമിയിൽ ഒരു ഉറവ തുറന്നിട്ടോ നിന്നെയും നിന്റെ തലമുറ ഇവിടെ കൊണ്ടുവന്നതോ. നീ എന്തിന് കരയുന്നു? നീ എന്തിന് നെടുവീർപ്പെടുന്നു? നിന്നെ അവിടെ നിറക്കുന്നതിന് മുമ്പ് ഞാൻ തുറന്നു വച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ഇത് കാണാത്തതിന്റെ പ്രശ്നമാണ് വലുതും, കണ്ട പ്രശ്നമില്ല. അപ്പൊ ഒന്ന് കണ്ണൊന്ന് തുറക്കണ്ടേ? ഒന്ന് തുറക്കണ്ടേ കണ്ണ്? അല്ലേ? ആമേൻ. ഇത് കാണുന്നവൻ എന്ത് ചെയ്യത്തില്ല, പിന്നെ പിറുവിറുക്കത്തില്ല. അവനിത് കണ്ടിട്ടുണ്ട്. ഈ മിസ്രൈമിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ പുറപ്പെടുവിച്ച്, എബ്രായരെ പുറപ്പെടുവിച്ച്, ആമേൻ, ദൈവം പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം? ചെങ്കടലിൻ്റെ തീരത്ത് വന്ന് പാളയം അടിക്കണം. അപ്പം പാളയം അടിച്ചപ്പം ജനമെല്ലാം ഭാരപ്പെട്ടു. കാര്യം പുറകിൽ നിന്ന് മിസ്രൈമിയർ വരികയാണ്, ഉള്ള രഥമൊക്കെ എടുത്ത് പുറകെ വരികയാണ്. ആമേൻ. അവിടെ വെച്ച് അങ്ങ് പിറുവിറുക്കാൻ തുടങ്ങുക. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ കൊണ്ടുവന്ന? വല്ല കാര്യം അവിടെ നിന്ന് ഇറക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞങ്ങളവിടെ നല്ല രീതിയിലൊക്കെ ആരാധിച്ച് പോരുന്നോ? ഞങ്ങളവിടെ അങ്ങ് നിന്നാൽ പോരായിരുന്നോ? എന്തിനാ ഇവിടെ ആമേ അവിടെ നിന്ന് ഇറക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇവിടെ കണ്ണ് തുറക്കാത്തതിൻ്റെ കുഴപ്പമായത്. ആമേൻ. ഇവിടെ മിസ്രൈമിൽ ഈ മരുഭൂമി കൊണ്ടുവന്ന് കൊല്ലുന്നൊരു പദ്ധതി ദൈവത്തിൻ്റെ ഇല്ല. ആമേൻ. ആരെങ്കിലും ആത്മാവിൽ കാണുന്നവനായിരുന്നെങ്കിൽ അവനറിയാം, കല്ലെടുക്കാൻ വരട്ടെ, ചെങ്കടലിൻ്റെ നടുക്കൂടെ ഞാനൊരു വഴി കാണുന്നു. മോശയോട് ചോദ്യം ചോദിക്കാൻ വരട്ടെ, ഒരു വഴി ഇതിൻ്റെ നടുവിൽ ഞാൻ കാണുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അകം തുറക്കണം, അകക്കണ്ണ് തുറക്കണം. അതിനൊരേ ഒരു കാര്യം, ഈ പരിധിയുള്ള പ്രാർത്ഥന വിട്ട് ആത്മതലത്തിലേക്ക് കയറി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ, യഥാർത്ഥമായി ആത്മാവി പ്രാർത്ഥിക്കുന്നവന് പരാതികളില്ല, പരിഭവങ്ങളില്ല. കാര്യം ദൈവം അവനെ മറച്ചൊരു കാര്യം ചെയ്യത്തില്ല. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പറഞ്ഞേ, അടുത്തിരിക്കുന്ന ആളെ തട്ടിപ്പറ, പരിമിതി ഇല്ലാതെ പ്രാർത്ഥന വേണമെങ്കിൽ ആത്മാവി പ്രാർത്ഥിച്ചോളാം. ഒന്ന് പറഞ്ഞോ, ഒന്ന് പറഞ്ഞോ. ഈ ആദ്യ സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശലം ബുദ്ധിമുട്ടാണ്, ശലം വാച്ച് നോക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ആമേൻ, പിന്നെ നമുക്ക് വാച്ചൊന്നും നോക്കേണ്ട കാര്യമില്ല. മണിക്കൂറുകൾ ദൈവസന്നിധിയിലിരിക്കും. ആമേൻ. ദിവസങ്ങൾ പോകും, അറിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒരു തലം ഈ രാത്രി തുറക്കും. വിശ്വസിക്കുന്നോ? അങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന നിനക്ക് വേണ്ടി അങ്ങനെ ഒരു തലം ഈ രാത്രി തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഈ ചില സാഹചര്യത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ശരീരം ഭയങ്കര ക്ഷീണമാണ്. പക്ഷെ ശരീരം പറഞ്ഞുകൊണ്ടിരിക്കും വിശ്രമിക്കാം എന്ന് പറയും. പക്ഷെ അകത്ത് ഒരുക്കമുള്ള ആത്മാവ് പ്രാർത്ഥിക്കാൻ നമ്മെ പ്രാർത്ഥനാ മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോകും. അത്തരത്തിലെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. ചിലപ്പം ശരീരം ഓഫായാലും ആത്മാവിങ്ങനെ ആമീൻ പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. ആമീൻ. രാത്രിയിൽ കിടക്കുമ്പോഴും അന്യഭാഷ പറഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ ആമീൻ ശരീരം നിദ്രയിലേക്ക് പോകുമ്പോഴും ആത്മാവിങ്ങനെ സജീവമായി ആമീൻ ചലിക്കുന്നത് അറിയാൻ കഴിയും.
ആമേൻ. ഞാൻ പറയുന്ന സാധാരണ തലത്തിലൊരു പ്രാർത്ഥനയല്ല. ആമേൻ. ആത്മതലത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ആമേൻ. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് സാധാരണ തലത്തിൽ നിന്ന് ആമേൻ ആത്മാവിൻ്റെ പ്രാർത്ഥനയുടെ തലത്തിലേക്ക് കയറണം. ആമേൻ. ഞാൻ ഒരിക്കൽ ആമേൻ നോർത്ത് ഇന്ത്യക്ക് പോയ സമയത്ത് അങ്ങോട്ട് പോയത് ട്രെയിനാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരു സഹോദരനുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന സമയത്ത് അവിടെ ചെന്നിറങ്ങി അവർ നമ്മെ റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പം ഞാൻ ഈ 2-3 ദിവസമായി യാത്ര ചെയ്യുന്നു. അപ്പം എങ്ങനെയും ഒന്ന് വിശ്രമിക്കണം, വന്ന് ഫ്രഷായിട്ട് വിശ്രമിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച് ഇങ്ങോട്ട് റൂമിനകത്ത് കയറി. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഫ്രഷ് ആയിട്ട് അവിടെ ഒരു കാർപ്പറ്റ് ഇതുപോലെ കിടപ്പുണ്ട് താഴെ. ഞാൻ വിചാരിച്ചു അവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വിശ്രമിക്കാം. അപ്പം ഞാൻ ആ കാർപ്പറ്റിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് വിളി വന്നു, ഫുഡ് കഴിക്കാൻ. പോയി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് തിരിച്ചു വരുമ്പം പിന്നെയും എനിക്ക് തോന്നി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കാം. ആ രാത്രി മുഴുവൻ പ്രാർത്ഥനയാണ്. ആ കാർപ്പറ്റിലിരുന്ന് ആ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ എൻ്റെ ശരീരവും എൻ്റെ മനസ്സും പറയുന്നു കിടക്കാം. പക്ഷേ എൻ്റെ അകത്ത് സ്പിരിറ്റ് പ്രാർത്ഥിക്കുന്നു. ആ രാത്രി എനിക്ക് തോന്നുന്നു ഒരു 3 മണി വരെ ആ രാത്രി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവിടെ തന്നെ കിടക്കുകയാണ്. രാവിലെ എഴുന്നേറ്റു. പെട്ടെന്ന് ഫ്രഷായി. പിന്നെയും എൻ്റെ അകത്ത് കുറച്ചു നേരം ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചു. ഞങ്ങൾക്ക് 3 ദിവസമുണ്ട് മീറ്റിങ്ങിന്. 3 ദിവസം കഴിഞ്ഞാണ് മീറ്റിങ്. തുടർച്ചയായി 3 ദിവസം ആ കാർപ്പറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ഫുഡ് കഴിക്കാൻ മാത്രം, ഫ്രഷ് ആകാൻ വേണ്ടി മാത്രം. എൻ്റെ ശരീരം പറയുന്നു കിടക്കണമെന്ന്. പക്ഷേ എൻ്റെ അകത്തെ ആത്മാവ് എന്നെ പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കുന്നു. ഈ രാത്രി ഞാൻ പറയാം, അങ്ങനെ ഒരു ആത്മതലമുണ്ട്. പ്രൈസ്. അങ്ങനെ ഒരു ആത്മതലമുണ്ട്. തൻ്റെ ശിഷ്യന്മാര് യേശുവിനൊത്തു ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ ഉറങ്ങിപ്പോയി. അപ്പൊ യേശു വന്ന് പറഞ്ഞു, നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ ശരീരം ബലഹീനം, നിങ്ങളുടെ ശരീരം ബലഹീനം, നിങ്ങളുടെ ആത്മാവ് ഒരുക്കമുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം ഒരിക്കലും പ്രാർത്ഥിക്കാൻ നിങ്ങളെ അനുവദിക്കത്തില്ല. പക്ഷേ നിങ്ങളുടെ ഒരുക്കമുള്ളൊരു ആത്മാവുണ്ട്. ആ ആത്മാവ് സജീവമാണെങ്കിൽ, ഇന്നു രാത്രി ഞാൻ ആത്മാവി വിളിച്ചു പറയാം, ആ ആത്മാവ് സജീവമാണെങ്കിൽ, ആത്മാവ് സജീവമാകണമെങ്കിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അകത്ത മനുഷ്യൻ സജീവമായി വരും. അങ്ങനെ ഒരു തലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പണ്ടൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇരിക്കണമായിരുന്നു. ഇപ്പം അങ്ങനെ വേണ്ട. യാത്ര ചെയ്യുമ്പോഴൊക്കെ നേരത്തെയൊക്കെ വാക്കുകൾ വരണമായിരുന്നു. ഇങ്ങനെ വാക്ക് വരണം. അന്യഭാഷ പുറത്ത് നാവ് ഉപയോഗിച്ച് ഇങ്ങനെ പറയണമെന്നൊരു തലമുണ്ടായിരുന്നു. ആ തലം കഴിഞ്ഞു. അകവിങ്ങനെ ടങ്സിൽ അകവിങ്ങനെ ആത്മാവി പ്രാർത്ഥിക്കുന്ന ഒരു തലമുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു തലമുണ്ട്. ആ തലത്തിലേക്ക് കയറണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവന്റെ മുന്നിൽ ആത്മമണ്ഡലം തുറന്നിരിക്കും. ഈ രാത്രി ഈ ദൃശ്യമണ്ഡലത്തിൽ കുരുങ്ങിക്കിടക്കാനല്ല, നിനക്ക് വേണ്ടി സജീവമായി ഒരാത്മമണ്ഡലമുണ്ട്. ഇന്നു രാത്രി ആത്മാവി ചലിക്കുന്ന ദൈവവൈതലുണ്ടോ? ഇന്നു പകൽ ആത്മയുദ്ധത്തിന് തയ്യാറെടുക്കോ, ആത്മയുദ്ധത്തിന് തയ്യാറെടുക്കോ. ജഡത്തിലെ യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് ആത്മാവിൽ എഴുന്നേൽക്കുന്നവർ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിന്റെ ദുഷ്ടാത്മസേനകളോടും. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമോ? ആമേൻ ആമേൻ ആമേൻ. അവിടെ ഒരു യുദ്ധം നടക്കുകയാ. നമുക്ക് വേറൊരു കാര്യം പറയാം. നമുക്ക് സാധാരണ ബുദ്ധി പ്രാർത്ഥിച്ച നമുക്കറിയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? നാളെ നടക്കാണ്ടിരിക്കുന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. നാളെ നിനക്ക് സംഭവിക്കാനിരിക്കുന്ന അനർത്ഥത്തെ ഈ രാത്രി ഇവിടെ ഇരുന്ന് നിനക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് ആത്മാവിലാണ്. ആത്മാവിലാണ്. ആമേൻ. ഹല്ലേലൂയ.
ആമേൻ. അതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്കൊരു ആമേൻ ഒരു പ്രത്യേകത. യേശുവിൻ്റെ പ്രാർത്ഥന പരിധിയില്ലാത്ത പ്രാർത്ഥനയാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിനകത്ത് പരിധിയില്ലാത്ത ആമേൻ പരിധികളില്ലാത്തൊരു പ്രാർത്ഥനയിലേക്ക് കയറണമെങ്കിൽ അത് ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. ആത്മാവ് സജീവമാകണം. ഒരിക്കൽ കൂടി പറയാം, നമ്മൾ പറയുന്ന പല അന്യഭാഷകളും റിയലി സ്വർഗത്തിൽ നിന്ന് വരുന്നതാണോ എന്ന് ചോദിച്ചാൽ ഡൗട്ട് ചെയ്യിക്കുകയല്ല. കുറച്ച് ഈ നമ്മൾ അന്യഭാഷ പറയുമ്പം നമ്മുടെ ബുദ്ധി എന്ത് ചെയ്യുന്നു? ബുദ്ധിക്ക് ഈ സാധനം അറിയത്തില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ ബുദ്ധി ഇത് മനസ്സിലാക്കി വെക്കും. എന്താണ് ബുദ്ധി? ഇത് മനസ്സിലാക്കി. അപ്പോൾ ബുദ്ധിക്ക് ഇത് മനസ്സിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കും. ഇപ്പോൾ കുറച്ച് വാക്കുകളൊക്കെ ബുദ്ധിക്ക് അറിയാം. അത് എപ്പം വേണേലും ബുദ്ധി വേണമെങ്കിൽ എടുത്ത് അങ്ങ് ഉപയോഗിച്ച് കളയും. ഇതിൻ്റെ അകത്ത് ആത്മാവ് സജീവം അല്ലെങ്കിലും ഈ ബുദ്ധി എടുത്ത് ഇടയ്ക്ക് ഇതെടുത്ത് അങ്ങ് അടിക്കാറുണ്ട്. ഇപ്പം മനസ്സിലായോ? നിങ്ങൾ പിണങ്ങി എന്നോട്? അപ്പം ആ പരിപാടിയൊക്കെ നിർത്തിയിട്ടെ അടുത്തിരിക്കുന്ന തട്ടിപ്പറ തട്ടിയിട്ടെന്ന് പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റൊക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് വെക്ക്. ഇങ്ങനൊന്നും ഒരു പാസ്റ്റർമാരും പറയത്തില്ല. എനിക്ക് തൻ്റെ ഇടം ഉണ്ട് ഇത് പറയാൻ. ഇത് ബുദ്ധി ഇത് മനസ്സിലാക്കി വെച്ചിട്ട് ഏത് സമയത്തും വേണമെങ്കിൽ ഇതെടുത്ത് പ്രയോഗിക്കും. ബുദ്ധിക്കറിയത് അവൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആമേൻ. അതുകൊണ്ട് അവൻ ഇടയ്ക്കിരുന്ന് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആത്മാവ് സജീവമാകണം. ആത്മാവിൽ നിന്ന് മാത്രമേ വരാവുള്ളൂ, ബുദ്ധിയിൽ നിന്ന് വരരുത്. ആമേൻ. ദേവസന മനസ്സിലായല്ലോ അല്ലേ? ആമേൻ. അപ്പം അങ്ങനെ ഒരു ആത്മതലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പിശാച് എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാറുണ്ട്. എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. അവനൊന്നിനെ സൃഷ്ടിക്കാൻ കഴിയത്തില്ല. കാര്യം അവനത് പറ്റത്തില്ല. പക്ഷെ അവൻ ഒന്നിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പം അവനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അന്യഭാഷ പറയുന്നവർ ചിലപ്പം പിശാച് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത്. ഞാൻ പലപ്പോഴും അത് കണ്ടിട്ടുണ്ട്. നല്ല അന്യഭാഷയായിരിക്കും, കൈവെക്കുമ്പോൾ നല്ല അന്യഭാഷയായിരിക്കും. പക്ഷേ പിശാച് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി വേണം അവരെ ഒന്ന് ഫയറാക്കി കാണിക്കാം. അവർ നല്ല ഫയറായിട്ട് വരും. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയും കൈ എടുക്കുകയേ വേണ്ട, അവൾ ഫയറായിക്കോട്ടെ എന്ന് പറയും. ശകലം കഴിയുമ്പം മാനിഫെസ്റ്റ് ചെയ്ത് വരും. അപ്പം അതിൻ്റെ കാര്യം എന്താ? പിശാച് പലവും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് പല ഡ്യൂപ്ലിക്കേറ്റുകളും പലരുടെയും കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പരിധിയില്ലാത്ത പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പരിധിയില്ലാത്ത പ്രാർത്ഥന, പരിമിതികളില്ലാത്ത പ്രാർത്ഥന. അപ്പം ഇത് ആത്മാവിലെ പ്രാർത്ഥനയാണ്, ബുദ്ധിയിലെ പ്രാർത്ഥനകളല്ല. ബുദ്ധി പ്രാർത്ഥിക്കേണ്ടതെന്നല്ല, ബുദ്ധി പ്രാർത്ഥിക്കണം. ഇതുപോലത്തെ മീറ്റിങ്ങുകൾ വരുമ്പോൾ ഇങ്ങനത്തെ പൊതുവായ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ നമ്മൾ രണ്ടുപേര് കൂടിയിരിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ ബുദ്ധിയിലാണ് പ്രാർത്ഥിക്കേണ്ടത്. അവിടെ അന്യഭാഷയിലല്ല പ്രാർത്ഥിക്കേണ്ടതെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. യോജിക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ അഭിപ്രായമല്ല, വചനമാണ് പറയുന്നത്. അവിടെ കൂടുതൽ സമയം അന്യഭാഷയിലല്ല പ്രാർത്ഥിക്കേണ്ടത്. അവിടെ അമ്മയും ബുദ്ധിയിൽ പ്രാർത്ഥിക്കണം, വരുന്നക്ക് മനസ്സിലാകത്തക്കവണ്ണം പ്രാർത്ഥിക്കണം. പക്ഷേ അന്യഭാഷയിൽ അധിക സമയം പ്രാർത്ഥിക്കേണ്ടത് അമ്മയും നിൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്തായാണ്. അവിടെയാണ് അമ്മയും ആത്മമണ്ഡലം തുറക്കപ്പെടുന്നത്. അവിടെ ആത്മീക വർധനവ് വരാൻ ഒറ്റയൊരു പ്രാർത്ഥന, ഇത് ആത്മാവിലുള്ള പ്രാർത്ഥന മാത്രം. ചിലർ അല്ലേ ഈ പറിച്ചപ്പോഴും നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും അത്രയും തന്നെയുണ്ട്. കാര്യം എന്നാ? ഒരാത്മീയ വർധന ഉണ്ടായിട്ടില്ല. അന്നും ചൂടാകും, ഇന്നും ചൂടാകും. അന്നും ഗ്ലാസ് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കും, ഇന്നും പൊട്ടിക്കും. അന്നും ചെയ്യും, ഇന്നും ചെയ്യും. ഒരു മാറ്റവും ഇല്ല. ഇപ്പം പണ്ടോ ആരോ ദിവസം പറഞ്ഞ് നീ രക്ഷിക്കപ്പെട്ടെന്ന് എൻ്റെ വീട്ടിലെ പൂച്ച പോലും തിരിച്ചറിയണമെന്ന്. അത്
രക്ഷിക്കപ്പെട്ട പൂച്ച വരുന്ന വഴിക്ക് പൂച്ച കാല് മടക്കി അടിക്കും. രക്ഷിക്കപ്പെട്ടപ്പോൾ പൂച്ചയ്ക്കൊരു ഡൗട്ട്, എന്തോ കുഴപ്പം മാറ്റം ഉണ്ടല്ലോ. നമ്മുടെ ചിന്തയെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു, ബാക്കി എല്ലാത്തിൻ്റെയും കൂടെ അതിൻ്റെ കൂടെ 2 അന്യഭാഷയും വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം ആയെന്ന. കുഞ്ഞെ അല്ല, അന്ന് അന്യഭാഷയില്ലായിരുന്നു. ഇന്ന് അന്യഭാഷയുണ്ട്, എല്ലാ ഭാഷയും നമ്മുടെ കയ്യിലുണ്ട്, എല്ലാ സാധനവും നമ്മുടെ കയ്യിലുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പഴയത് സകലതും. പഴയ മനുഷ്യൻ എന്ത് ചെയ്തു? മരിച്ചുപോയി. പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും അളിയനും അല്ല. അവനായിട്ട് യാതൊരു ബന്ധവും നമുക്കില്ല. അവൻ ഓൾറെഡി മരിച്ചുപോയി. സകലതും പുതുതായി എന്ന് പറഞ്ഞാൽ ഒരു വീട് പുതുതാക്കിയെങ്കിൽ, ആമേൻ, ഒരു വീട് വെച്ചിട്ട് ഒരാൾ ഞങ്ങൾ പുതിയ വീട് വെച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചു. എല്ലാവരും ഹൗസ് വാമിങ്ങിന് വന്നു. കയറിയപ്പം നല്ല രസമുണ്ട്, പുതിയ പ്ലാന് എല്ലാം ഉണ്ട്. അകത്തേക്ക് കയറിയപ്പം ഈ ഹോളിന് ഒരു പഴയ ഹോള് തന്നെ, അതിനകത്തൊരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. അടുത്ത അടുക്കളയ്ക്ക് ഇച്ചിരി വീതി കൂട്ടിയിട്ടുണ്ട്. ഇതല്ലാതെ വേറൊന്നും മാറിയിട്ടില്ല. എന്തെങ്കിലും അറ്റാച്ച് ചെയ്യുന്ന മാത്രമല്ല ക്രിസ്തുവിലാകുക എന്ന് പറയുന്നത്. നിന്റെ സകല പഴയ അടിസ്ഥാനങ്ങൾ ഇളക്കി കളഞ്ഞിട്ട് പുതിയ കല്ലിട്ട് പണിയപ്പെടണം. പഴയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇളക്കി ദൂരെ കളഞ്ഞേക്കണം. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കാതെ പറ്റുന്നതല്ല കേട്ടോ. ഞാനിത് വർക്കല്ല പറയുന്നത്. പരിശുദ്ധാത്മാവിനോട് പറയണം, കർത്താവ് ഇന്നൊരു വിഷയത്തിൽ എനിക്ക് അടുത്തിരിക്കുന്ന തട്ടിയെന്ന് പറഞ്ഞ്, ഇത് നിങ്ങളോട് ദൂതാന്ന് പറഞ്ഞ് തട്ടിക്കേ, അടുത്തിരിക്കുന്ന ആളെ തട്ടിക്കേ, ഇത് നിങ്ങളോടുള്ള ദൂതാണെന്ന് പറഞ്ഞേ നിങ്ങളോടുള്ള ദൂത. ഇവൻ സത്യം പറഞ്ഞാൽ നമുക്ക് ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഈ മുറിവിൻ്റെ പുറത്ത് മരുന്ന് വെച്ച് കെട്ടുന്നതാണ് ഇഷ്ടം. അതാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മുറിവിൻ്റെ പുറത്ത് മരുന്നൊക്കെ വെച്ച് കെട്ടി അങ്ങ് വിടുക. അപ്പം കുഴപ്പം, നല്ല പാസ്റ്റർ, നല്ല ദൂത, നല്ല കുഞ്ഞെ, നിൻ്റെ ദ്രവത്വം നിൻ്റെ കാലിനകത്തൂടെ കയറിക്കൊണ്ടിരിക്കുക. ഈ ദ്രവത്വത്തെ അഴിക്കണമെങ്കിൽ ഈ സാധനം എല്ലാം ഞെക്കി കളയണം, ഇല്ലേ? എവിടെയെങ്കിലും ശാലം പഴുപ്പുണ്ടെങ്കിൽ അത് ഞെക്കി കളഞ്ഞ് ഇനി രാത്രി സൗഖ്യം നേടാനുള്ള പരിപാടി നോക്കി വേണം. ഇത് വെച്ചോണ്ടിരിക്കരുതേ. വെച്ചോണ്ടിരുന്ന വ്രണമായി പോവും. വെച്ചോണ്ടിരുന്ന ചിലപ്പോൾ മുറിച്ച് കളയേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് രാത്രി ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിൻ്റെ പ്രാഗൽഭ്യത്തെ നഷ്ടപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഈ രാത്രി ക്രമീകരണത്തിലേക്ക് വരണം. ഒന്ന്, ഇത് പ്രാഗൽഭ്യത്തിൻ്റെ പ്രാർത്ഥനയാണ്, അല്ലേ? നാം വായിച്ചു. 1, ഇത് പ്രാഗൽഭ്യത്തിൻ്റെ പ്രാർത്ഥന. 2, ഇത് പരിധികളില്ലാത്ത പ്രാർത്ഥന. 3, ഇത് മഹാപൗരോഹിത്യ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്ന് പറയുന്നു. എന്താണ് ഇത് മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്ന് പറയുന്നത്? 1, ഇത് യേശു കർത്താവിൽ വിശ്വസിക്കുന്നവർക്കും ഇനി വിശ്വസിക്കാനിരിക്കുന്നവർക്കും വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു പറയുന്നു, പിതാവേ, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണം. ഞാനൊരു കാര്യം പറയാം, ആരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ലെങ്കിലും യേശുവിൻ്റെ ഒരു പ്രാർത്ഥനയുടെ വലയം നിൻ്റെ മേലുണ്ട്. യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു, പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ദുഷ്ടനിൽ നിന്ന് എന്നെ കാത്തുകൊള്ളും. എന്താണ്? പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ദുഷ്ടനിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണം. ഈ പ്രാർത്ഥനയിലും ആ ഭാഗം വരികയാണ്, കർത്താവേ, പിതാവേ, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണം. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. എന്താ? പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണം. ഇത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ പ്രലോഭനങ്ങളുള്ള ഈ ലോകത്ത് അതിൽ വീണു പോകാതെ ദുഷ്ടനിൽ നിന്ന് എന്നെ കാക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം.
ഞാൻ പറയാം, അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഒരു അസാധാരണമായ ആത്മീക വലയം നിങ്ങളുടെ ചുറ്റുമുണ്ടാകും. ഒരു ശത്രുവിനും നിന്നെ പെടുത്തിക്കളയാൻ പറ്റത്തില്ല. ഒരു ശത്രുവിനും നിന്നെ പാപത്തിനകത്ത് കുടുക്കിയിടാൻ പറ്റത്തില്ല. ആമേൻ. നിന്റെ ചുറ്റിനും ഒരു വേലി വരും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നീ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ചുറ്റിനും ഒരു വേലി വരും. സ്വർഗത്തിൻ്റെ വേലിയാ. ആ വേലി നിന്റെ ചുറ്റിനും വരും. അങ്ങനെ നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, പിതാവേ എന്നെ ദുഷ്ടൻ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ, ഒരു സംരക്ഷണത്തിൻ്റെ ഒരു വേലി, പ്രലോഭനങ്ങൾക്ക് തൊടാൻ കഴിയാത്തൊരു വേലി സ്വർഗം നിനക്ക് ചുറ്റുമുണ്ടാക്കി തരും. ആമേൻ. ഒരു വലിയ ആമേൻ തീയുടെ മതിൽ നിന്റെ ചുറ്റും വരും. ആമേൻ. ആമേൻ. ചില കാര്യങ്ങൾക്കൊന്നും നമുക്ക് ആമേൻ പറ്റുന്നില്ലെങ്കിൽ തമ്പുരാനോട് പറഞ്ഞു, യേശുവപ്പാ എനിക്ക് പറ്റുന്നില്ല, എന്നെ സഹായിക്കണമേ, ദുഷ്ടൻ നിന്നെ കാത്തുകൊള്ളണമേ, ദുഷ്ടൻ നിന്നെ കാത്തുകൊള്ളണമേ. ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചാൽ ആമേൻ ഒരു സംരക്ഷണത്തിൻ്റെ വേലി നിൻ്റെ മേൽ വരും. ആമേൻ. ഞാൻ വായിച്ച വേദഭാഗത്ത് ആമേൻ അതിൽ നിന്ന് പറയാൻ ആമേൻ സമയം ലഭിച്ചില്ല. ആമേൻ, സാരമില്ല, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം. എന്നാൽ ആമേൻ ഈ വചനത്തിന് മുമ്പ് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരിക്കൽ കൂടി അപ്പൻ്റെ സന്നിധാനത്തിൽ ചേർന്ന് വരികയാണ്. കർത്താവേ, അങ്ങയുടെ മഹത്വമുള്ള കരം ഈ രാത്രി, കർത്താവേ, അങ്ങയുടെ മഹത്വമുള്ള കരം ഈ രാത്രി ചിലരെ തൊടണേ കർത്താവേ. കർത്താവേ, ചിലരെ സ്പർശിക്കണേ കർത്താവേ. കർത്താവേ, ഒരാത്മതലം ഈ രാത്രി ഓരോരുത്തരുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരാത്മതലം തുറന്നു തരണമേ. ആത്മമണ്ഡലം തുറന്ന് ആത്മമണ്ഡലം കാണത്തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ പരിശുദ്ധാത്മാവെ അങ്ങ് തുറക്കണമേ. മോ മസീധര ഘോഷധാരാലിയ മോറിയ സെഗഥാരി. കർത്താവേ, ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും, വചനം കേട്ട ഓരോരുത്തരെയും കർത്താവിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇവരെ ആമേൻ ദുഷ്ടനിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം കാത്തുകൊള്ളണമേ. ദുഷ്ടനിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം കാത്തുകൊള്ളണമേ. ദുഷ്ടനിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം കാത്തുകൊള്ളണമേ. മോമസിക്കോ റിയാന്തനാദി. ഇവരുടെ മേലുള്ള എല്ലാ പൈശാചിക പദ്ധതികളെയും യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ദർശനം അത് അതിൻ്റെ പൂർണ്ണതയിലെത്തത്തക്കവണ്ണം ആമേൻ ആമേൻ സ്വർഗീയ പിതാവേ, ഇവരെ സ്വർഗം സഹായിക്കണമേ. റോമസീക മസാരിഖാന്ത റമ്മ മോസി റമാനിയ പ്രൗഡസേ. കർത്താവേ, ഞങ്ങളുടെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ശരീരങ്ങളുടെ മേൽ ആമേൻ വചനത്തിൻ്റെ സൗഖ്യമുണ്ടാകട്ടെ. ആമേൻ ശരീരങ്ങളുടെ മേൽ ആമേൻ വചനത്തിൻ്റെ സൗഖ്യമുണ്ടാകട്ടെ. ശരീരങ്ങളുടെ മേൽ ആമേൻ കാൽവറിയിലെ സൗഖ്യമുണ്ടാകട്ടെ. ആമേൻ അടിപ്പിണരുകളാലുള്ള സൗഖ്യം ഈ രാത്രി കർത്താവേ ശരീരങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. സ്വർഗം അത് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പദ്ധതികളല്ല, സ്വർഗത്തിൻ്റെ പദ്ധതികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. അതിനുവേണ്ടി ഈ രാത്രി ഏൽപ്പിക്കുന്നു. കർത്താവെ, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ആത്മാവിൽ ആമേൻ ജാഗരിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. ആമേൻ. സകല മഹത്വം കർത്താവിന് തരുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.